എടുക്കരുത്. അപ്പോൾ നമ്മുടെ ചർച്ചയിൽ പതുക്കെ സാധാ അപ്പോൾ നമുക്ക് കഞ്ഞി കുടിച്ചുകൊണ്ട് നമുക്ക് ദൈവിക ചർച്ചയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ എന്തെങ്കിലും പ്രത്യേകതല്ല, മൊത്തമനുഷ്യ നിങ്ങളൊരു പുരോഹിതരല്ലോ. അപ്പോൾ പ്രിയ ദൈവമക്കളെ, എൻ്റെ അടുത്തിരിക്കുന്നത് ഒരു ദൈവ പൈതലാണ്. ഞാനും ദൈവ പൈതലൊക്കെയാണ്. അപ്പോൾ എൻ്റെ വളരെ അടുത്ത സുഹൃത്തും സ്നേഹിതനും നമ്മുടെ ആത്മബന്ധം 10-20 കൊല്ലമായിട്ടുണ്ട്. അയൽവാസികളാണ്. അങ്ങനെ എൻ്റെ ഭാര്യ വഴിയുള്ള ബന്ധുവും. അങ്ങനെ നമ്മളൊരു വല്ലാത്തൊരു എന്താ പറയുക, ഒരു സൗഹൃദത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നതാണ് നമ്മുടെ സൗഹൃദം. അപ്പോൾ അദ്ദേഹം സോളാർ സംബന്ധമായ വിഷയങ്ങളിലൊക്കെ അഗ്രഗണ്യനാണ്. അപ്പം CSI പള്ളിയിലെ CSI സഭയിലെ ഒരു പുരോഹിതനാണ്. അപ്പോൾ നമ്മൾ ഈ കഞ്ഞി കുടിച്ചുകൊണ്ടുള്ള ഈ ചർച്ച എന്ന് പറയുന്നത്, ഈ ഭൂമിയിൽ ഈ അടുപ്പിച്ചടുപ്പിച്ച് ഒരുപാട് സംഭവങ്ങൾ ഈ ലോകത്തുണ്ടായല്ലോ. പ്രധാനം ഇപ്പോൾ കഴിഞ്ഞ ആ ഒരു ദുരന്തം എന്താണ്, ആ സ്ഫോടനത്തിൽ കുറേ മനുഷ്യർ മരിച്ചു. അപ്പം ഭൂമിയിലിപ്പോൾ ഈ വർദ്ധിച്ചു വരുന്ന ചൂട്, പിന്നെ ഇറാൻ അമേരിക്ക യുദ്ധം ഒക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് തിരുവചനത്തിൻ്റെ പൂർത്തീകരണമാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു എന്താ പറയുക, ഒരു കഞ്ഞികുടി ചർച്ചയാണ്. അത് പരിഹാസമായി എടുക്കണ്ട. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ ഇപ്പോൾ കഞ്ഞി കുടിക്കുന്നു, നാളെ ഈ കഞ്ഞി കുടിക്കാൻ ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. കാരണം പണ്ട് കാലങ്ങളിൽ ഈ യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ ദൂരെ ഉള്ളവർക്ക് ഇത് ബാധിക്കില്ല എന്നൊരു ധാരണയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ യുദ്ധം ബാധിച്ചു. ഇപ്പോൾ ചായക്കടകളൊക്കെ അടച്ചു, പാചകം ബുദ്ധിമുട്ടായി, വിറകിന് വില ഏറി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ യുദ്ധം ഇനി മനുഷ്യ ജീവിതത്തെ പാടെ മാറ്റിമറിക്കുന്നു. യുദ്ധത്തിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റാണ് ഈ ചൂടും ഈ മറ്റു ദുരന്തങ്ങളൊക്കെ. അപ്പോൾ അച്ഛാ, എന്താണ് വിശേഷം? ലോകത്തെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? പുതിയ തലമുറ ഇപ്പോഴത്തെ ലോകത്തിൻ്റെ പോക്ക് എന്ത് പറയുന്നു? എന്ത് പറയുന്നു? ലോകാവസാനിക്കാറായ ഒന്നുമില്ലേ? എന്തുകൊണ്ട്? ബൈബിളിൽ പറയുന്ന ലക്ഷണം ഒരുപാടുണ്ട്. അതൊന്നും ആയില്ല. യുദ്ധസ്ഥിതി കേൾക്കുന്നുള്ളത് മാത്രമേ ആകൂ. കർത്താവിൻ്റെ വരവ് എന്തായാലും താമസമന്യേ ഉണ്ട്. എങ്കിലും ദൈവം പറഞ്ഞിട്ടുള്ള ബൈബിളിൽ പറഞ്ഞ ദൈവത്തിൻ്റെ പറയപ്പെടുന്ന വചനത്തിൻ്റെ പൂർത്തീകരണം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇനിയുമുണ്ട് സമയമുണ്ട്. ഇപ്പോൾ കർത്താവിൻ്റെ വരവ് വൈകുമെന്നാണ് അല്ല? വൈകുമെന്നല്ല, എപ്പോഴാണോ സംഭവിക്കാം? എപ്പോഴും സംഭവിക്കാം. നമ്മൾ റെഡിയായിരിക്കണം. ഇങ്ങനെയല്ലേ? നമ്മൾ റെഡിയായിരിക്കണം. ലോകം, മോഹം എല്ലാം നമ്മുടെ ജീവിതത്തിലെ ഭാഗങ്ങൾ മാത്രമാണ്. പക്ഷെ ലോകത്തിൽ മോഹമായിരുന്നു, ലോകത്തിൽ ഇങ്ങനെ ഇരുന്നവരായിട്ടല്ല. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ആത്മാവിൻ്റെ മക്കളായിട്ട് ആത്മീയമായ ജീവിതം തന്നെയാണ് ദൈവം നമ്മെ വിലാക്കിയത്. അതുകൊണ്ട് ദൈവമായിട്ട് നല്ല ബന്ധം നമുക്കുണ്ടായിരിക്കണം. ഒരു ആത്മീയ ബന്ധം ഉണ്ടായിരിക്കണം. നമ്മൾ ഈ ലോകത്തിലുള്ള നിറവ് സകലതും നിറച്ച് എല്ലാമായി തീർന്നു ഇവിടെ തന്നെ എല്ലാമാക്കി തീർക്കാമെന്ന് ആഗ്രഹിക്കുന്ന കർത്തമാണ്. കാരണം മനുഷ്യന് ഇപ്പോഴും തന്നെയുള്ള ജീവിതം, ഇപ്പോഴും തന്നെയുള്ള അവൻ്റെ അവസാനം. എന്നാൽ അതുകൊണ്ട് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട്. വെളിപാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിസ്തുവും പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഇത് വീറ്റുനോവിൻ്റെ ആരംഭം എന്നൊക്കെ യേശു ക്രിസ്തു പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചിട്ടുള്ളത്. യെരുശലേമിൻ്റെ പതനം ക്രിസ്തുവിന് ശേഷം സംഭവിക്കുന്നെങ്കിലും ക്രിസ്തു പറഞ്ഞതായ ഒരു സാഹചര്യം മനുഷ്യരുടെ ഇടയിൽ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലായി തീർന്നില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, അനേക ജനറേഷൻസ് ഇനിയുമുണ്ട് ഈ ഭൂമിയിൽ കടന്നു അതുപോലെ ദൈവവുമായിട്ട് ചേർന്ന് നിൽക്കുവാൻ, ലോകത്തിൽ അലിഞ്ഞു പോകാതെ, ലോകത്തിൻ്റെ മോഹങ്ങളിൽ അലിഞ്ഞു പോകാതെ ദൈവികത്വമായ ഉള്ളത് കണ്ട് മനസ്സിലാക്കാനൊരു ദൈവം നമ്മെ ആക്കിയിരിക്കുന്നു. അപ്പോൾ ഈ ഭൂമിയിൽ
വേദോക്തം വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഒരു മനുഷ്യൻ സകല ജോലിക്ക് ഒരു സകല ലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനമാണ്? അപ്പം അതുകൊണ്ട് നമ്മളായിരിക്കുന്ന ഭൂമിയിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ് ദൈവിക ധർമ്മം കൊണ്ടുവരിക എന്നുള്ളത്. അവിടെ ഭാഷയ്ക്കതീതം, ജാതിക്കതീതം. കാരണം ദൈവത്തിൻ്റെ മക്കളാണ് സകല ജാതികൾ. ഈ ലോകത്തുള്ള ഹിന്ദു ആയിരുന്നാലും ഇസ്ലാം ആയിരുന്നാലും ക്രിസ്ത്യാനി ആയിരുന്നാലും പാർസി ആയിരുന്നാലും ഏത് ജാതിക്കാരനായിരുന്നാലും എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. പക്ഷെ ദൈവത്തിൻ്റെ പ്രിയ മക്കളായി തീരുവാനാണ് ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നം നിറങ്ങിയ ഒരു ലോകത്തിൽ, പാപം നിറങ്ങിയ ഒരു ലോകത്തിൽ നിന്നും പാപത്തിൽ അലിഞ്ഞു പോകാതെ, പാപത്തിൽ വിട്ടുപോകാതെ, പാപത്തിൽ നിന്നുള്ളൊരു വീണ്ടെടുപ്പാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് തലമുറയായി നമ്മൾ ദൈവവചനം പറയുകയും ക്രിസ്തു 2026 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ വന്ന് ജനത്തെ വീണ്ടെടുക്കാനായിട്ട് മനുഷ്യനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിയോഗിക്കപ്പെട്ട മനുഷ്യൻ, ദൈവത്താൽ നിയോഗിക്കപ്പെട്ടതാണ് ക്രിസ്തു. ദൈവത്തിൻ്റെ ദൂതൻ്റെ വാർത്ത എന്നാണ് വചനം പഠിക്കുന്നത്. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ദൃഷ്ടിയിലുള്ള ഓരോ കാര്യങ്ങളും മനുഷ്യൻ്റെ ചിന്തയെക്കാൾ അതീതമാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. തീർച്ചയായും മനുഷ്യരൊന്നും ചിന്തിക്കും. അങ്ങനെ ഒരു കാര്യമുണ്ട്. അത് മാത്രമല്ല, ബൈബിളിൽ വചനം ഇങ്ങനെ പറയുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് പറയാണ്, ദൈവിക ജ്ഞാനം. സങ്കീർത്തന പുസ്തകം 139 സങ്കീർത്തനം 139 സങ്കീർത്തനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനം വലുതാണ്. ആ ജ്ഞാനം ദാവീദ് കാണുകയാണ്. ദാവീദ് കണ്ടിട്ട് പറയാണ്, ദൈവം സകലത്തെ സൃഷ്ടിച്ചു, ഈ ലോകത്തിൻ്റെ അവസ്ഥ, സകല ഭൂമണ്ഡലങ്ങളുടെ അവസ്ഥ, സൃഷ്ടിയുടെ അവസ്ഥ വളരെ വ്യക്തമായിട്ട് ദാവീദ് പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവം കാറ്റിനെ തൻ്റെ തേരാക്കി ഭൂമിയിലൂടെ സഞ്ചരിക്കുകയും അതോടൊപ്പം തന്നെ തൻ്റെ സൃഷ്ടികൾ, അതായത് ഈ ഭൂമി മാത്രമല്ല ദൈവത്തിൻ്റെ സൃഷ്ടി. നമ്മളൊക്കെ ചിന്തിക്കുന്നത് ഭൂമി ആണ് ദൈവത്തിൻ്റെ സൃഷ്ടി മാത്രമല്ല, പ്രപഞ്ചം മുഴുവൻ ദൈവത്തിൻ്റെ വകയാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു തന്നെ പറഞ്ഞു, ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത അനേക ആടുകളും എനിക്കുണ്ടാവും, അവയും ഞാൻ പാലിക്കേണ്ടതാണ്. അതുകൊണ്ട് എൻ്റെ ഒരു ധാരണയാണ്, ബൈബിളിൽ പറയുന്ന പ്രകാരമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഭൂമണ്ഡലം മാത്രമല്ല, ദൈവത്തിന് വേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട സൃഷ്ടി ഇനിയും അനേകമുണ്ട് എന്നുള്ളതാണ് സത്യം. നമുക്കറിയാം, ഈ കഴിഞ്ഞ നാളുകളിൽ ചന്ദ്രനെ കാണുവാനായിട്ട്, ചന്ദ്രനെ ഒന്ന് തൊടുവാനായിട്ട് മുൻകാലഘട്ടത്തിൽ ശ്രമിച്ചു. നീൽ ആംസ്ട്രോങ് അവരുടെ കാലുകുത്തൽ അനുഗ്രഹമായിരുന്നു. ഈ ഇങ്ങനെയുള്ള അത്ഭുതങ്ങളൊക്കെ ഈ ചന്ദ്രനും ഭൂമിയുമൊക്കെ സൂര്യനുമൊക്കെ മനുഷ്യൻ്റെ കണ്ണിൽ ദൈവങ്ങളായിട്ടും അത്ഭുതമായിട്ട് ചിന്തിക്കുമ്പോൾ ദൈവം സകലത്തെയും കീഴ്പ്പെടുത്തുവാനായിട്ടാണ് മനുഷ്യനായിരിക്കുന്നത്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പറയുന്നത്, നീ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടി വെച്ചാൽ അവിടെയും എൻ്റെ തരം നിന്നോട് നമ്മളെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എനിക്ക് തോന്നുന്നു ഇനി മനുഷ്യൻ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടി വയ്ക്കുവാനായിട്ടുണ്ട്, ചന്ദ്രനിൽ വീട് വയ്ക്കാനായിട്ടുണ്ട്. ഇവിടുന്ന് തിരുവനന്തപുരത്ത് ഒന്ന് ഞാൻ പോയിട്ട് വരണമെന്ന് പറയുന്ന ലാഘവത്തിൽ അടുത്ത് ചന്ദ്രനിൽ പോകാനും മറ്റു ഗ്രഹങ്ങൾ ഇതുപോലെ സ്പർശിക്കുവാനും അവിടുത്തെ കൗതുകങ്ങൾ കാണുവാനും മനുഷ്യൻ ബമ്പലുണ്ടാകും. ഈ അവനെ നൽകപ്പെട്ട ഈ ഭൂമി അവന് മതിയായില്ല. അപ്പോൾ സൃഷ്ടിയുടെ അനന്തത കാണുവാനായിട്ട് മനുഷ്യന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ ആഗ്രഹം എല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് എന്തോന്നാണ്, ദൈവവുമായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ആശ്രയിച്ച് ജീവിക്കാനേ പറ്റുള്ളൂ. പക്ഷെ ദൈവമാണ് നമ്മുടെ എല്ലാം. ദൈവവുമായിട്ടൊരു ആത്മബന്ധം നമ്മൾ തലമുറയ്ക്ക് അത് നഷ്ടപ്പെട്ടു യാഥാർത്ഥ്യമാണ്. അത് മാത്രമല്ല, ഈ ഭൂമിയിൽ നമ്മൾ കാണുന്ന ഈ വസ്തുക്കളെല്ലാം ദൈവം സൃഷ്ടിച്ചതിനെ നമ്മളതിനെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യുന്നു. അതെ, നമ്മളൊന്ന് അതെ നമ്മൾ പുതിയൊരു ഫോമിലാക്കുന്നു. ഇല്ലായ്മയിൽ നിന്നല്ല, ദൈവം തന്നതിൽ തന്നെ അതിനെ ഫോമുലേഷൻ മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ ഇതൊന്നുമല്ല ദൈവത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭവനം ഒരുക്കുവാൻ പോവുകയാണ്, അത് പൂർത്തീകരിക്കുമ്പം ഭൂമിയിലേക്ക് മടങ്ങി വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഭൂമിയല്ല നമ്മുടെ സ്ഥിരവാസം. കർത്താവ് നമ്മുടെ നിത്യവാസത്തിലേക്ക് വേണ്ടി ഭവനം ഒരുക്കാൻ പോയിട്ടുണ്ട്. അദ്ദേഹം നമ്മൾ വന്ന് തിരിച്ചു കൊണ്ടുപോകും എന്നതാണ് ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചുള്ള അതാണ് അതിനകത്തുള്ള കാര്യം. അത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിലുള്ള ആത്മാവ്, ഇത് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ നിൽക്കുന്നുവെങ്കിലും ഈ ആത്മാവ് ചിരഞ്ജീവിയാണ്.
അത് ആത്മാവിന് മരണമില്ല. ബൈബിളിലെ വചനം അങ്ങനെ പറയുന്നുണ്ട്. അനേക ഭൂമിയിൽ രൂപപ്പെട്ട സാഹിത്യങ്ങൾ പറയുന്നുണ്ട്. ഭൂമിയിൽ കാണുന്ന അനേക സാഹിത്യ സൃഷ്ടികൾ, അതുമാത്രമല്ല മറഞ്ഞിരിക്കുന്ന പഴയ ഗ്രന്ഥങ്ങൾ പോലും വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് ഭൂമി കർത്താവിൻ്റെ വരവെന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും നമുക്ക് പ്രവചിച്ച് തീർക്കുവാനായിട്ട് പറ്റില്ല. അതാണ് കാര്യം. അത് വേദോസ്തം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയും ദൈവം നല്ല ആലോചനകൾ നമുക്ക് ഒരു ദിവസം നൽകുകയും ചെയ്യാം. ഇവിടെ ഈ ഭൂമി തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അത് മാത്രമല്ല നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ ഈ ഭൂമിയിൽ തന്നെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കും. ആദ്യം ഒരു വാഹനം ആഗ്രഹിച്ചു, വാഹനം കിട്ടി. അത് കഴിഞ്ഞൊരു സ്ഥലം ആഗ്രഹിച്ചു, കിട്ടി. അത് നേടി. വീണ്ടും അത് കഴിഞ്ഞൊരു അധികാരം നേടുവാൻ ആഗ്രഹിച്ചു, അത് കിട്ടി. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ കുറേ ദിവസം കഴിയുമ്പോൾ ഇതിനൊരു റിട്ടയർമെൻറ്റ്. ആ സമയത്ത് നമ്മുടെ മനസ്സൊന്ന് ശൂന്യമാണ്. സാധാരണ സംഭവിക്കുന്നൊരു കാര്യം. പിന്നെ എന്ത് ചെയ്യണം എന്നുള്ള ഒരാഗ്രഹം മനുഷ്യനുണ്ട്. ഞാനിങ്ങനെ ശൂന്യനായിരിക്കുന്ന അവസ്ഥ. ആ ശൂന്യനായിരിക്കുന്ന സമയത്ത് നമുക്ക് ദൈവവുമായിട്ടുള്ള താരാത്മ്യം കൂടുതലാണെങ്കിൽ തീർച്ചയായും നമ്മളടുത്ത് ഇടറിപ്പോകില്ല, പതറുകയില്ല. നമുക്ക് ഈ ലോകത്തിൽ വീണ്ടും മറ്റത് റിട്ടയർമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാണ്ട് കൂട്ടിക്കെട്ടിയ അവസ്ഥയാണ്, അതോടെ തീർന്നു. പക്ഷെ അങ്ങനെയല്ല, ദൈവത്തിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടുമ്പോൾ, ദൈവത്തോടെ ഇരിക്കുമ്പോൾ നമുക്ക് പുതിയ പ്രത്യാശ, ജീവിക്കാനുള്ള സംവത്സരം, മരണത്തിനപ്പുറം ഒരു നിത്യജീവിതത്തിലേക്കുള്ള നമ്മുടെ വിശ്വാസം, ആത്മവിശ്വാസം. അപ്പോൾ ഈ വിശ്വാസമാണ് ജനത്തെ നേടിയെടുക്കുന്നത്. ഇന്ന് നമുക്ക് ഈ നൈമിഷ്യമായ ലോകത്തിൽ നമ്മൾ ജനിച്ച് കുറേ കാലമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മൾ നിരാശരായി തീരുമ്പോൾ ഇങ്ങനെയുള്ള ചിന്തകളും ദൈവികമായിട്ടുള്ള മൂല്യങ്ങളും ഇല്ലാത്ത ആൾക്കാരാണ് സ്വാഭാവികമായിട്ട് ഈ സൂയിസൈഡിനും ആത്മഹത്യാ പ്രവണത, അത്യാഡംബരം, മദ്യപാനം, ആസക്തി, മറ്റ് ഭോഗ ചിന്തകളൊക്കെ വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ബന്ധം നമ്മൾ കുറയുമ്പോഴാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത്. നമുക്ക് ദുരാഗ്രഹം ഉണ്ടാകും. വചനം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ എന്തിനാ ആഗ്രഹിക്കുന്നു അത് തന്നെയാണ് ഒരു വിഗ്രഹം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവം നമ്മളെ നിന്ന് ആഗ്രഹിക്കുന്നത് വിഗ്രഹാരാധന എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തെക്കാളുപരി എന്ത് സ്നേഹിച്ചാലും അത് തന്നെയാണ് വിഗ്രഹാരാധന. അപ്പോൾ പ്രിയ ദൈവമക്കളെ, കൂട്ടുകാരെ, നല്ലൊരു ചർച്ചയാണ് നമ്മളിപ്പോൾ ഇവിടെ നടത്തിയത്. അധിക സമയം നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. കാരണം ആർക്കും സമയമില്ലാത്ത ലോകത്ത് അല്പസമയം നിങ്ങൾക്ക് വേണ്ടി നമ്മൾ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി, മൊത്തത്തിൽ ദൈവത്തിന് വേണ്ടി ചിലവാക്കിയതിൽ സന്തോഷം. അപ്പോൾ മറ്റൊരു വിഷയവുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അതുവരെ എല്ലാവർക്കും ദൈവത്തിൻ്റെ കരുതലും അനുഗ്രഹവും ദൈവകൃപയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാവിധ ആശംസകളും. പ്രത്യേകിച്ച് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും വീണ്ടും പ്രാപിക്കാം. ഭൂമിയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരായി, സന്തോഷമുള്ളവരായി, വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവരെ, ദുഃഖിക്കുന്നവരെ അവർക്ക് ആശ്വാസം പകരുന്നവരെ വീണ്ടും ജീവിക്കാം. ദൈവം അതിനു വേണ്ടി ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാനും ഈ ചർച്ചയിൽ നിന്ന് ദൈവം അനുഗ്രഹിക്കുമാറാണ്. നന്ദി, നമസ്കാരം. ആമേൻ.